ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നപ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിട്ട് രാവിലെ തന്നെ പള്ളിയിൽ പോകണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ പോകാൻ പറ്റില്ല. ഇന്നൊരു പടത്തിന് വൈകിയിരുന്നു. ഇന്നലെ പടത്തിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയായി. നല്ല 12 മണിക്ക് കണ്ടായിരുന്നു ഷോ. നമ്മുടെ വാഴ 2 നല്ലൊരു പടമാണ് ഗായ്സ്, ഗുഡ് മൂവി. എല്ലാവരും പോയി കണ്ട ഒരു പടം തന്നെയാണ്. നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നൈസ് പടമാണ്. കാരണം കഴിഞ്ഞ പോലെ ഞാൻ വാഴ ഫസ്റ്റ് കാണുമ്പോൾ എൻ്റെ ഒപ്പം അബീത്തും ഉടുക്കനും ഇവരൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത്. ഇന്ന് വാഴ 2 അവർ കാണുമ്പോൾ അവരൊന്നുമില്ല, അവരൊക്കെ പുറത്തു പോയി. എന്താ പറയുക, നമുക്ക് കൂടുതൽ നമുക്ക് അത് ഹാഷൊക്കെ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഷ്ടപ്പെടണം. അപ്പോൾ അവന്മാരൊക്കെ ഇപ്പോൾ അവിടെ പോയിരുന്നു കഷ്ടപ്പെടണതും ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ നിൽക്കുമ്പോഴും നമുക്കത് പെട്ടെന്നായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ ഞാനിത് അവന്മാരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിഷ് യു മിസ്റ്റർ ഉഡ്കൻസ് ആൻഡ് അബീത്. എന്തായാലും കഷ്ടപ്പെട്ടിട്ടല്ലേ നടക്കും, എന്തെങ്കിലും കാര്യം എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എന്നത്തെ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ അത് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ പോയി കാണാം. ഇതിൻ്റെ മൂടി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ആ ലിങ്കിനകത്ത് പോയി നിങ്ങൾ കാണണം. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തൊക്കെ വരും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകണം, കൂടെ ഉണ്ടായാലേ കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഒന്ന് പുത്തൻ ബൈക്കിൽ വരെ പോയി വരട്ടെ ഗൈസ്. ഒന്ന് ATM വരെ പോകണം. വണ്ടി സ്റ്റാർട്ടാണല്ലോ. എന്തായാലും പുത്തൻ ബൈക്കിലേക്ക് നോട്ടെ. റോണപ്പനുണ്ട് കൂടെ. ഒറ്റപ്പോക്ക് ഗൈസ്. ഈ ടീമിലും ക്യാഷില്ല. എൻ്റെ ടീമിലൊന്നും ക്യാഷില്ല. ഞാൻ ഉള്ളത് ഈ ടീമിലാണ്. ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ കിട്ടി. രക്ഷപ്പെടുമോ? കിട്ടി പണ്ടരമോത് ഞാൻ ബ്ലർ വച്ചോളാം. എവിടെ പോണ്ട? എന്താ മരുന്ന് വാങ്ങിക്കാനെന്ന്? എമർജൻസി. അവനെന്തിട്ടാണ് ഇപ്പം എമർജൻസി? അവന് ഇറങ്ങിയപ്പോൾ പപ്പാണ്ടിനെയും ഇവനെ എങ്ങോട്ടേക്കാണ് ബോട്ട്സിന്. ബോട്ട്സ് എന്താ എമർജൻസി? ഡോള് ഇവനെ മസാക്കും ഒരു ദിവസം. ഫുൾ ടൈമാണ് ഇനി, എല്ലാ ദിവസവും. എങ്ങോട്ടേക്കാണ്? കടയിലേക്കോ? ആ ഇപ്പളാ എടങ്ങിയതാണ്. നമുക്ക് കിട്ടോടാ, നമ്മളൊരു സാധനം ഉണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇനി കടയിലേക്ക് പൈസ ചെട്ടി നല്ല വെട്ടോളൂടാ. ക്ലാരിറ്റി നല്ലല്ലേ. ഗോഡ്സും കട വരത്തുന്നുണ്ട്. ഗോഡ്സും ഒരു കത്തിയും കുറച്ച് ഉപ്പും മുളക് കൊടുത്തുണ്ടാകാൻ മതി. മാങ്ങ ഞാനാണ് എന്തായാലും അവിടെ ഗോഡ്സിനും പ്രസിഡൻറ്റും ഉണ്ട് അവിടെ. മാങ്ങയും ചെത്തി അത് കഴിക്കാം നമുക്ക് പോയിട്ട്. പക്ഷേ സാധനം കൊണ്ടാണ് കുറച്ച് വന്നേക്കണത്. സാധനം കൊണ്ട് കുറച്ച് സാധനം വേണ്ടേ? ചെത്ത അവന്മാരാ മോഡനാണോ? പോയാനിപ്പോ എവിടെ നിന്നാണത്? എവിടെ നിന്നാടാ? പോയിച്ചേട്ടാ മാങ്ങ ചെത്തേലാ ചെലച്ചല്ല. നല്ല പഴുത്ത മാങ്ങട്ടാ. എവിടെ കിട്ടി? എനിക്ക്
ഒരു പീസ് നേർത്തമ്മളും കറക്റ്റ് കള്ളൻ. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുത്തണ ഷൂട്ട് അന്നെടുക്ക് ഇതാ കുത്തണല്ലോട്ടെ ഇങ്ങനെ കുത്ത് കുത്ത് ഒരുമാതിരി പോക്കളാ പോയി. അവിടെ നീ എനിക്കറിയാ പൊഴേരിക തിരുന്നിട്ട് ഇതിങ്ങനെ മുക്കി ഇങ്ങനെ കഴിയാം. അവിടെ പോയി അതെന്തോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ചയുടെ പരിപാടി എങ്ങനെയാണ് നമ്മ കൊണ്ടിരിക്കുന്നത്. ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, മസ്റ്റ് ട്രൈ ആണ്. പുഴയിലേത്തിരിക്കുക, മുക്ക പിന്നെ അതെ വളരെ വൈബിലേക്ക് ഇരുന്ന് ഉപ്പും മുളകും കഴിച്ചാളെ ഫോൺ വിളിച്ചിരുന്നു. അച്ഛനോട് പഞ്ചടാ കഴിച്ചോ? നല്ല പഴുത്താണ് കുറച്ച്. കഴിക്കണത് പരസ്യമാണിതല്ല. പരസ്യം ഇടക്കിടക്ക് ഒരു പരസ്യം വരും. പരസ്യമാണ് ഒരാൾ പോണേന്ന്. പരസ്യമൊന്നല്ല സാധനം. ചെത്രന്ന് ഇത് 2 കഷ്ണമൊക്കെ അത് ഇത്രയും പേരില്ലേ? ഞങ്ങാനും വേറെ ഉണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ പൈസ പണ്ടെന്ന് പറയുമ്പോ നമ്മ വെളിച്ചെണ്ണ കമത്തി. ഇപ്പോഴാണ് നമ്മ പണിക്കിറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് വെളിച്ചെണ്ണക്ക് എന്ത് പൈസയായിരുന്നു. വില കൂടുതലാണ്. കൊടുക്കത്തെ വിലയാണ് വെളിച്ചെണ്ണ. 2 മാസം കഴിഞ്ഞ് കഴിച്ചു. അതെ, 3ാമത്തെ തവണ എനിക്ക് തോന്നണത് ഇളക്കം പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എടുക്കാനൊക്കെ ഇപ്പൊ കാണുമ്പോ നീയും പോകും പുറത്തൊക്കെ. നീകള് പറയാൻ കൊടുത്തൊക്കെ ഫ്രണ്ടിനോട് തേക്കാണ് നമ്മൾ എത്താനായിട്ട്. സെറ്റ് ആംബിയൻസ് ഗുഡ് ആംബിയൻസ്. ഇത് പൊക്കി വെക്കണോ? പൊക്കി വെക്കാം. പൊക്കി വെക്കട്ടെ. വെയിലില്ല, വലിയ വെയിലൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഹൈടെക് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ചുരുട്ടി ആംബിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. കുറുമ്പത്തിട്ട് ഫ്ലോറിയ ഇവിടത്തെ വെള്ളിയൊക്കെ പോയാ എല്ലാം അവിടെ തന്നെ ഉണ്ട്. വ്യൂ കണ്ടില്ല. വ്യൂവിലിരുന്ന് ഒരു മാങ്ങയെ ചുറ്റി മുളകും കൂട്ടി കഴിക്കാം. ചത്തറ മക്കളെ അടുത്തത് ഇതൊന്നും വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടൂല. ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? അതില്ല. ഇവിടെ വന്നിരിക്കുമ്പോ കിട്ടണ ഒരു സുഖം അത് വേറൊന്നാണ്. ഇത് കൂട്ടാ ഇവിടെ വന്നിരുന്നേക്ക് ബ്യൂട്ടി ഇതിനടിക്കുമ്പോ
പെർഫെക്റ്റ് ഓക്കെ. പാപ്പനെന്താണ് ഒന്നും ആംബിയൻസ് എത്ര കൊടുത്താലും കിട്ടില്ല. ഇത് ഇവിടെ നമ്മളെ നാട്ടിൽ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു സുഖം. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അല്ല ദിവസമുണ്ട് പിന്നെ അല്ല ഉച്ചക്കൊരു മാങ്ങടി. അല്ലേ. എല്ലാവർക്കും വന്നിവിടെ ഇരിക്കുക, ക്യാരം ബോർഡ് കളിക്കുക. ഓൾവേസ് വെൽക്കം. മാങ്ങ കഴിഞ്ഞപ്പോൾ എല്ലാവരും മാങ്ങ കയറുന്നപ്പോഴാണ് എത്തണത്. പ്രസണ്ടേ ഒരു മാങ്ങ കൊടുക്ക്, വേഗം ഒരു മാങ്ങ കഴിക്ക് കഴിക്ക്. മുളക് കൊണ്ട് ഉപ്പുണ്ടോ ഓപ്പേനത്? അല്ല മുളക് മാത്രമേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ടേസ്റ്റ് കൂടുതലല്ലേ? അല്ല വെളിച്ചെണ്ണ പൈസ കൂടുതലല്ലേ? എന്തൊക്കെ പറയുന്നുണ്ട്. നീ അതൊക്കെ തിന്നും. അതിനുണ്ട് എന്താ പറയാനുള്ളത്? ടെലിവിഷൻ എന്താ പറയാനുള്ളത്? ഈ ആംബിയൻസിൽ ഇരുന്നിരിക്കുമ്പോ എന്താണ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. തീരണില്ല സാധനം തീർന്നു. വാങ്ങ തീർന്നു. ചെത്തി ചെത്തി പ്രസിഡന്റ് ഇടുന്നു, തീർക്കുന്നു. അതെ അല്ലാണ്ട് കഴിക്കാൻ സൂപ്പറാണ്. മാങ്ങ സീസണാ, മാങ്ങ സീസൺ വെക്കേഷൻ ആയതുകൊണ്ട് ലാസ്റ്റത്താ വീണ്ടും പോണ്ടി വരും. എൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ നിലത്തോണ ഒരു പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നമില്ല നമുക്ക്. ഇതൊക്കെ ഇല്ലേ സാധാ ഫോൺ എന്ത് കഴിക്കുന്നൊക്കെ ചെയ്യാം. നിങ്ങാട് പോയപ്പോ നമുക്ക് വേറെ ഒരെണ്ണം പോയി ഒന്ന് ടെലിവിഷൻ കിട്ടിയായി കൊടുക്ക്. അണ്ടി കൊടുത്തിട്, അണ്ടി കൊടുത്തിട്. ഹാപ്പി അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോകാൻ പോണി. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയുണ്ട്. അവനൊന്ന് എയർപോർട്ടിൽ പോയി ഒന്ന് എടുക്കണം. സർപ്രൈസ് ആയിട്ടാണോ ആരോടും പറഞ്ഞിട്ടില്ലത്. അമ്മമാർക്കും അത്ര അറിയുള്ളൂ. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നമ്മളാര് കാണാൻ. ഞാൻ ഓടിയത് അവിടെ ആരുമില്ല, പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റിന് താഴെ ചെറിയ പോണെന്നാണ് പറഞ്ഞത്. അവൻ സർപ്രൈസ് ആയിട്ടാണ്. സർപ്രൈസ് ആയതുകൊണ്ട് ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടുപേരോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴാണ് ഫ്ലൈറ്റ്? എപ്പോഴാണ്? ആ കുഴപ്പമില്ല, വിളിച്ചു ചോദിക്കാം. നമ്മുടെ കയ്യിലല്ലേ എയർപോർട്ടൊക്കെ. ഫ്രീ പാസ് ഇല്ലട്ടാ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾക്ക് അവൻ പോസ്റ്റ് വന്നോ ബിക്കാണ് വന്നത്. കാണണം. പോസ്റ്റിന്റെ മെയിൻ ആളാണ്. ചിലപ്പം പറയും ഫ്ലൈറ്റ് ഇപ്പൊ ദുബായിലെത്തിയിട്ടുള്ള പറയും. അങ്ങനെ പോസ്റ്റ് വരും. പോണ വഴി തിന്നാനായിട്ട് പട്ടപ്പാട് അവിടെ ഉണ്ട്. 4:45 പോടാ. 4 മണിയായിട്ടുള്ളൂ. കറക്റ്റ് 4 മണിയല്ലേ? എടാ AC കുറവാണ്ട, താൻ ചൂടുണ്ട്. ഞാനാണെങ്കിൽ പള്ളിയിൽ പോകാനായിട്ട് വെള്ളം കിട്ടൊക്കെ ഇറങ്ങിക്കണേ. പള്ളിയിലും പോണ വഴി ഇന്നും മൊത്തം പരിപാടിയാണ്. മൊത്തം തിരക്കാണെന്ന്. രാവിലെ മുതൽ ഓട്ടത്തോട് നോക്കാതെ പെട്രോൾ തീർന്നു. അപ്പൊ എന്തായാലും ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടാണ്. ബിക്ക് എന്തായാലും കുറെ നാട്ടിൽ തന്നെയല്ലേ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ചോദിച്ചു. ഇതും ചെമ്പല്ലി പോകും. എയർപോർട്ടിൽ പിടിക്കുന്ന മതി. പോണ വഴി എനിക്ക് ഒരു ഭോഗം വലിയുണ്ട്. നാളെ വിക്കി കൊടുത്താണ് സ്വീകരിക്കാൻ പോണത്. ഒരു ഫ്രഷ് ബൊക്കെ കൊടുത്താണ് സ്വീകരിക്കാൻ പോണത്. ഒരു വള്ളി നമുക്ക് പോണ ഇവിടെ നിന്ന് ഒപ്പിക്കാം. അതേ നമുക്ക് കാറ്റ്
വിക്കിയുടെ വരവ് ആഘോഷാക്കാൻ പോണിയാണ്. പൊക്ക് റെഡി ആയിട്ട് കുറച്ചും കൂടി പൂക്കളും കൂടി വെച്ചാൽ മതി. അത്രയും പൂവ് വെച്ച് കഴിഞ്ഞാൽ തന്നെ സെറ്റ് ആവും. കോഴ്സാണെങ്കിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴ്സാണ് വേണ്ടി ഇങ്ങനെ കൊണ്ടിരും. അപ്പൊ അത് അഖിലപ്പം എന്തേ ഭോഗം ബില്ല് എടുക്കാനായിട്ട് പോയേക്കാണ്. കാട് പോലെ ഇത് ഇപ്പൊ ഇത് ആർഭാടത്തിന് അന്വേഷണം നോക്കിയല്ലേ ഇയ്യോപ്പാ പറയല്ല. എയർപോർട്ടിലേക്ക് കിട്ടോ. എയർപോർട്ടിലെത്തി ഗായ്സ്. എയർപോർട്ടിലെത്തി. ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വെച്ചാൽ കാരണം അവൻ ഇമിഗ്രേഷനിലാണ്. ഇമിഗ്രേഷൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പം അതെ ചായ സ്പോട്ട് ജീരകസോടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കി ഇരുന്നൂടാ. ചായ വേണ്ട ഗ്യാസ് ഒന്നുമില്ലല്ലോ. ഗ്യാസ് ഒന്നുമില്ല. വേസ്റ്റ് ഓഫ് മണി. പുതിയൊരു കടയാണ് കഴിച്ചു. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയി. വെറുതെ പോയി അവിടെ പോയത്. ഒരു കാര്യം ഉണ്ടായില്ല. അല്ല അവിടെ പോയിട്ട് തന്നെ ഉണ്ട്. വേസ്റ്റ് ഓഫ് മണിയാണ്. വേസ്റ്റ് ഓഫ് മണി. എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. അവനെത്തി. അവൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് കാണട്ടെ. സർപ്രൈസ്. അവനല്ല, നാട്ടിലുള്ളത്. ഇതവിടെ അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഞാൻ പോയി എടുക്കുക. ചെക്കനങ്ങനെ ഒരു കൊല്ലായല്ലേ. കൊല്ലത്തിന് ശേഷം എത്തിയിട്ടുണ്ട്. A6 പില്ലർ നമ്പറിൽ ഉണ്ടെന്നുണ്ട്. ആയിക്കോട്ടെ. ആരാടാ വെൽക്കം ടു കേരള. എന്താ പറയാനുള്ളത്? നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചായിരുന്നോ? അങ്ങനെ ബിക്ക് എത്തിയിരിക്കുകയാണ്. പൂവ കൊടുത്ത് ആൾക്കാർ വിചാരിക്കണവൻ ആരാണെന്ന് അല്ലേ. വലിയ പെട്ടിയൊക്കെ ആയിട്ടാണോ വന്നേക്കണേ. എന്ത് പണ്ടാറോ കൊണ്ടുവന്നേക്കണേ. ആണോ? കേറോടാ. ബിക്കി എത്തി ഗൈസ്. കുടുംബത്തിൽ ഇനി കുറച്ചാളത്തേക്ക് ബിക്കി ഉണ്ടാവും. നമ്മുടെ ബ്ലോഗിൽ ഇനി ബിക്കിനെ കാണാം നമുക്ക്. കേട്ടോ വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർ വിചാരിക്കണോ അവൻ ആരാണോ അല്ലെ മന്ത്രി വല്ലതാണെന്ന്. പോവാ എത്തിയോടാ അല്ലേ. ഗൈസ് നമ്മ തിരിച്ച് നാട്ടിലേക്ക് എത്തി. പള്ളിയിലോട്ട് പോട്ടെ. മലയാറ്റൂരാണ്. വിക്കി മലയാറ്റൂരാണ്. ഇല്ല ഇത്രയും ദൂരം മകണല്ലേ. ഫ്രണ്ടിൽ കയറി തുടങ്ങുകയാണെങ്കിൽ ബാക്കി കയറി കഴിഞ്ഞാലേ ഛർദിക്കേണ്ടി വരും. പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ മലയാറ്റൂർ കോമൺ കഴിച്ചു. എല്ലാവരും ഉണ്ട്. നമ്മുടെ എല്ലാ അമ്മമാരും ഉണ്ട്. എല്ലാവരും കുടിഞ്ഞ് മലയാറ്റൂരിക്ക് പോകും. എല്ലാ കൊല്ലം ട്രാവലറിനാണ് പോകാറ്. പക്ഷെ ബൈക്കിന് പോകാമെന്ന് വിചാരിച്ചിരിക്കും. മഴ ആണുണ്ട്. മഴ കിട്ടുമെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് ഇങ്ങനെയാവുന്നു. അപ്പം മലയാറ്റൂർ പോയിട്ട് എല്ലാവരും എടുത്തിട്ട് നമുക്ക് മലയാറ്റൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. എവിടെ പോണേന്? സോളോണോ നീ? എന്റെ പറയിലായില്ലോണ്ടാ. വന്നിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല. വഴി തെറ്റി വന്നാണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു വഴി കിട്ടി. അത് ഒട്ടും തിരക്കില്ലാണ്ട് ഞങ്ങളെ എടുക്കും. ഏതൊരു വഴി കയറി വന്നെങ്കിലും നല്ല സിമ്പിൾ വഴി, ഈസി വഴിയായിരുന്നു. തപ്പട്ടയാണ് മല. തപ്പട്ട എല്ലാ കൊല്ലം നടക്കാറാണ് ഈ വഴി. ഞങ്ങൾ മറക്കൂലേ.
എന്താണ് എന്താണ് എന്തിനാണ് അതാണോ എത്തി ഗൈസ് കടയിൽ നിന്ന് എത്തിയാണ് കുറച്ച് ബണ്ണിന് ബണ്ണ് അറിയാതൊന്നടാ കൊടുക്കട 2 ബണ്ണിന് 40 രൂപ ആ ബണ്ണിന് വിലയുണ്ടെന്ന് KGF പറയാനായി മനസ്സിലായതാ 10 ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ബണ്ണ് 10 രണ്ടെണ്ണല്ലേ പിന്നെ 10 ഷൂ അല്ലേ വേണ്ട കഴിച്ചത് അമ്മ ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്നു വെച്ചാൽ മാത്രം പോരാ അതിനനുസരിച്ച് വേസ്റ്റും കൺട്രോൾ ചെയ്യാൻ പറ്റണം വേസ്റ്റ് പ്രശ്നം ഇല്ലേ വല്ല ദുബായിലായിരുന്നെങ്കിൽ കുറച്ച് എങ്ങനെ ഉണ്ടാവും ഒരു പെട്ടി ഉണ്ടാവട്ടോ അതെ അതിലിട്ടില്ലേ തലക്കടി കൊള്ളോട്ടാ ഇത് ശരിയല്ലേ ഇത് ശരിയല്ല എടുത്തോണ്ട് പോവുകയും ചെയ്യും ആ തളർന്നോന്നാ പറഞ്ഞോ നോക്കി ചേട്ടൻ വലിയ നൂപന്റെ തോൽവി സമ്മതിച്ച് വീട്ടിൽ എന്താണ് പറയാനുള്ളത് റോക്കി ചേട്ടന് ഒന്നും പറയാനില്ല പ്രായമായി കഴിഞ്ഞാ പ്രശ്നമാണ് ഓൾ ദ ബെസ്റ്റ് ഓട്ടെ ഞങ്ങളേ ഒരു സംഘം ഞങ്ങളെ പോകുന്ന എല്ലാരും കണ്ടിട്ടി പെരിയ ചാമിയായ കാടറ കിട്ടില്ല ഹലോ കേക്കാൻ പറ്റില്ല വിളിച്ചോറയ്ക്ക രക്ഷയില്ല വിളിച്ചറിയാൻ പോവാണ് കാശ് കാരണം പിന്നെ ചേട്ടനെ കാണുമാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് കിട്ടോ നോക്കട്ടെ കിട്ടി ഞങ്ങൾ എന്തോരം നേരം ഇവിടെ വന്നിക്കണേ ഞാനെന്തോരം നേരം വിചാരിച്ചു ഞാൻ എല്ലാവരെയും കണ്ടി ബെബോ നിന്റെ പേരെ കുളിച്ചു പറയാൻ നിക്കണായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ മൈക്ക് കംപ്ലൈന്റ് ആയി പോയി അല്ലെങ്കിൽ ഞാൻ എന്നെ കാണാനില്ലെന്ന് വിളിച്ചു പറഞ്ഞാല് തന്നോട് ചോദിച്ചപ്പാ ഈശോയെ കാണാണ്ടായിട്ട് ഞാൻ ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരെയും കിട്ടി നിന്നെ മാത്രോട് കാണാണ്ടായത് അതിനർത്ഥം നീയാണ് എനിക്ക് വഴി തെറ്റാത് അവസാനം കിട്ടി കിട്ടി പൊന്തി കാട വിനി ചേട്ടൻ പറഞ്ഞ വാക്കുകളാണിത് കാട അവനെ കാണാനില്ലെന്ന് അവനെ കാണാനെല്ലാം തന്നെ കുറച്ച് പോപ്കോൺ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റ പറഞ്ഞോ ടാറ്റ അടിച്ച് പൊത്തും ബേബോ